നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എടോ വിജയ, ഈ ദിവസം ഞങ്ങൾ മറക്കില്ല. CPM നരഭോജികൾ, തീവ്രവാദികൾ. CPMനും പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷി ദിനത്തിൽ CPMനെ തീച്ചൂളയിൽ നിർത്തി പാലക്കാട് MLA ഒരൊറ്റ പോസ്റ്റ് ഇട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനിട്ടും പൊട്ടിച്ചു. രാഹുൽ പങ്കുവച്ച കുറിപ്പ് വൈറലാക്കി രാഹുൽ ആർമി. ഈ പോസ്റ്റിന് താഴെയാണ്: കണ്ടോ സതീശ, അധികാര കസേര പിടിക്കാൻ നിങ്ങൾ ഓടുമ്പോൾ ഒരുത്തൻ തന്റെ സഹപ്രവർത്തകരെ അവരുടെ രക്തസാക്ഷി ദിനത്തിൽ ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഇയാൾ ഈ പാർട്ടിയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ തുറന്നടിക്കുന്നു. പുതിയുഗ യാത്രയുടെ തിരക്കിലാണ് VD സതീശൻ. പക്ഷേ ഈ ദിവസം ഒരു കോൺഗ്രസുകാരനും മറക്കരുതായിരുന്നുവെന്ന് പലരും ഓർമ്മപ്പെടുത്തുന്നു. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ശബ്ദമായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു പ്രസ്ഥാനത്തെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും? ജീവന് തുല്യം. എന്നാൽ ജീവനേക്കാൾ പ്രസ്ഥാനത്തെ സ്നേഹിച്ച മനുഷ്യരുണ്ട്. അവരാണ് രക്തസാക്ഷികൾ. അവരെക്കാൾ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടവർ വേറെ കാണില്ല. അവരുടേതാണ് ഈ പ്രസ്ഥാനം. ഇന്ന് അനശ്വര രക്തസാക്ഷികൾ. ശരത്തിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വ വാർഷികമാണ്. CPM എന്ന നരഭോജി തീവ്രവാദ സംഘടന തലയോട്ടി വെട്ടി തകർത്ത് കൊന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മദിനം. രാഷ്ട്രീയത്തെ തൊഴിലായി കണ്ട പ്രസ്ഥാനത്തിലെ അവസരം കുറയുമ്പോൾ മറ്റു പാർട്ടിക്കാരെ മണിയടിക്കുന്ന ശങ്കർമാർക്ക് അത് മനസ്സിലാകണം എന്നില്ല. ആ മണിയടിക്കാരൊക്കെ വന്നു പോകുമ്പോഴും ഈ പാർട്ടി ഇങ്ങനെ നിലനിൽക്കുന്നത് ഇത് ഷുഹൈബിന്റെയും ശരത്തിന്റെയും കൃപേഷിന്റെയും നൌഷാദിന്റെയും ഒക്കെ പ്രസ്ഥാനമായതുകൊണ്ടാണ്. അവർക്ക് പ്രധാനം അധികാരമല്ല. സെക്രട്ടേറിയറ്റിലെ ഭരണക്കൊടി ഇല്ലെങ്കിലും അവരുടെ നാട്ടിലെ കൊടിമരത്തിലെ കൊടിയുടെ നിറമൊന്ന് മങ്ങിയാൽ അത് നോവുണർത്തുന്ന ഈ മനുഷ്യരാണ് ഈ പാർട്ടി. രക്തസാക്ഷി ഉണ്ടായാൽ ഫണ്ടടിച്ചു മാറ്റാമല്ലോ എന്ന് കരുതുന്ന മധുസൂദന പാർട്ടിക്കാർക്കും അത് മനസ്സിലാകില്ല. രക്തസാക്ഷികൾ അനശ്വരന്മാർ. മറക്കില്ല മാർക്സിസ്റ്റേ ഈ കൊലവെറിയുടെ ഓർമ്മ. ഇതായിരുന്നു രാഹുൽ പങ്കുവച്ച കുറിപ്പ്. അതിന് താഴെ: രാഹുൽ, നിങ്ങളെ ഈ പ്രസ്ഥാനത്തിന് വേണമെന്ന് അലമുറയിട്ട് കുറെ പേർ. സതീശനിട്ട് തലങ്ങും വിലങ്ങും അടി കിട്ടുന്നുമുണ്ട്. രക്തസാക്ഷികളെ മറന്നുകൊണ്ടാകരുത് പാർട്ടിയുടെ പോക്കെന്ന് ഓർമ്മപ്പെടുത്തൽ. പിന്നെ പതിവ് പോലെ രാഹുലിനെ തെറി വിളിക്കാൻ കമ്മിക്കൂട്ടവും പോസ്റ്റിന് താഴെ അണിനിരന്നിട്ടുണ്ട്. രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കി തിന്നുന്ന കമ്മികൾ കുരയ്ക്കണ്ട എന്ന് അവർക്ക് മറുപടി കൊടുത്ത് രാഹുലിന്റെ അനുകൂലികൾ. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ മുക്കിയ കാശെടുത്ത് ഗർഭം കലക്കിയവനെ താങ്ങുന്ന നീയൊക്കെ കുരയ്ക്കാതടാ എന്ന് CPM സൈബർ ഗ്രൂപ്പുകാരും യുദ്ധം. ഇങ്ങനെ കുറെ എണ്ണം. രാഹുൽ പോസ്റ്റ് ഇട്ടാൽ അപ്പോൾ തുടങ്ങും കരച്ചിലോട് കരച്ചിൽ. വല്ല പണിക്കും പോടാ, നീയൊക്കെ കുറെ ശ്രമിച്ചല്ലോ, ഒന്നും നടന്നില്ലല്ലോ, അയാൾ ഇന്നും പാലക്കാടിന്റെ MLA ആണെന്നുള്ള മറുപടികളും CPMന് കിട്ടുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഒരാളെങ്കിലും ശരത് ലാലിനെയും കൃപേഷിനെയും ഓർത്തല്ലോ എന്നാണ് കോൺഗ്രസ് അനുഭാവികൾ പറയുന്നത്. ഈ ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെയുള്ളവർക്കുള്ള താക്കീത് കൂടിയാണ്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും നാട്ടിൽ അവരുടെ രക്തസാക്ഷി ദിനത്തിൽ അവരെ അനുസ്മരിച്ചുകൊണ്ട് നിരവധി പരിപാടികളാണ് നടന്നത്. ഏതായാലും ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ശബ്ദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ CPMന് നേരെ വെടിയുണ്ട വായിക്കുകയായിരുന്നു. ഒരിഞ്ച് മെരുങ്ങാതെ രാഹുൽ CPMന് നേരെ ചാട്ടുളി പോലെയാണ് നിൽക്കുന്നത്. കോൺഗ്രസ് പുറത്താക്കിയിട്ടും അവന്റെ കൊഴുപ്പ് അടങ്ങുന്നില്ല എന്നാണ് CPMന്റെ രോദനം. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചിരുത്തി മാരത്തൺ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. പക്ഷേ മറുപടി പറയേണ്ടവർക്കും കൊടുക്കേണ്ടവർക്കും എല്ലാം രാഹുൽ ഒന്നാന്തരമായിട്ട് തിരിച്ചു കൊടുക്കുന്നുമുണ്ട്. ചോദ്യം ചെയ്യലിന് പിടിച്ചിരുത്തിയ പൂങ്കുഴലിയും തലയിൽ കൈവയ്ക്കുകയാണ്. രാഹുലിനെ പിണറായി വേട്ടയാടുന്നു എന്ന ചിത്രം ജനങ്ങളിലേക്ക് പതിയുകയാണ് ഈ സംഭവങ്ങളിലൂടെ. രാഹുലിന്റെ ഫോൺ പരിശോധിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി അതിജീവിതമാരുടെ ഫോൺ പരിശോധിക്കാനോ അവരുടെ വൈദ്യപരിശോധന നടത്താനോ ഒന്നും പോലീസ് കാണിക്കുന്നില്ലല്ലോ. അതിജീവിതമാരുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്ന് ജനം പച്ചയ്ക്ക് പറയുന്നു. ആ ചാറ്റുകൾ പൂർണ്ണമായും അവർ പുറത്തുവിടട്ടെ എന്ന് രാഹുൽ വെല്ലുവിളിച്ചല്ലോ. എന്നിട്ടും എന്തേ അതിജീവിതമാർ തയ്യാറാകാത്തതെന്ന ചോദ്യം ഉയരുന്നത് പരാതിക്കാരികൾക്ക് തിരിച്ചടിയാണ്. പിണറായി പോലീസ് ഒരു വഴിക്കൂടെ വേട്ട തുടരുന്നതിനിടയിലും ശരത് ലാലിനെയും കൃപേഷിനെയും ഓർത്ത് അവർക്ക് വേണ്ടി സംസാരിച്ച പിണറായിയെ ചൂണ്ടുവിരലിൽ നിർത്തുന്ന ഇതുപോലത്തെ നേതാവിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. രാഹുലിനെ പാർട്ടി തിരിച്ചെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് വീണ്ടും ആവശ്യം ശക്തമാക്കുകയാണ്. രാഹുൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. യൂത്ത് കോൺഗ്രസിലെ പലരെയും, പ്രവർത്തകരെയും നേതാക്കന്മാരെയും, KSUവിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ നടു റോഡിലിട്ട് പിണറായി പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ ചോദിക്കാൻ നേരിട്ടിറങ്ങി വരുന്ന
ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വന്ന് പോലീസിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരേ ഒരുത്തൻ രാഹുൽ മങ്കൂട്ടത്തിലാണെന്നും ഇതുപോലെയുള്ള ഒരു നേതാവിനെ ഞങ്ങൾക്ക് വിട്ടുകളയാൻ മനസ്സില്ല എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസുകാർ ഇപ്പോൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോട് പറയുന്നത്. TP കേസിന് ശേഷം കേരളം കേട്ട CPMന്റെ ഏറ്റവും മൃഗീയമായ കൊലപാതകങ്ങളായിരുന്നു ശരത് ലാലിന്റെയും കൃപേഷിന്റെയും. വടിവാളും മഴു പോലുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുള്ള അതിക്രൂരമായ ആക്രമണത്തിലാണ് കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത്. കൃപേഷിന്റെ തലയിൽ വെട്ടേറ്റ് 13 സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റിരുന്നു. തലച്ചോർ പിളർന്നു. ശരത് ലാലിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ 20 വെട്ടേറ്റു. നെറ്റിയിലും വലത് ചെവി മുതൽ കഴുത്ത് വരെയുള്ള 23 സെന്റിമീറ്റർ നീളത്തിലുള്ള മുറിവുണ്ടായി. പകുതിയിലധികം വെട്ടും കാൽമുട്ടിന് താഴെയായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരോടുള്ള CPMന്റെ വിരോധത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് പെരിയ ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിന്റെ വിചാരണയിലെ സാക്ഷിമൊഴികളിൽ ഇക്കാര്യം ഒന്നിലേറെ തവണ ചർച്ചയായി. 2019 ജനുവരി 2 പുലർച്ചെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചു വൻ വിവാദമായിരുന്നു. അന്ന് ശരത് ലാലിന്റെ നേതൃത്വത്തിൽ പെരിയ കല്യോട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. CPM നേതൃത്വം നൽകുന്ന മുന്നാട് പീപ്പിൾ കോഓപ്പറേറ്റീവ് കോളേജിലെ 2 വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുത്തത് CPMനെ ചൊടിപ്പിച്ചു. ഇരുവരുടെയും ഫോട്ടോ CPM പ്രവർത്തകർ മുന്നാട് കോളേജിലെ SFI പ്രവർത്തകർക്ക് അയച്ചുകൊടുത്തു. ഈ വിദ്യാർത്ഥികളെ ജനുവരി 4 മുന്നാട് കോളേജിലെ SFI പ്രവർത്തകർ തല്ലി. ഇത് ചോദ്യം ചെയ്ത ശരത് ലാലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ കല്യോട്ട് വെച്ച് വൈകിട്ട് കോളേജ് ബസ് തടയുകയായിരുന്നു. ഈ സംഘർഷത്തിൽ കൈ പൊട്ടിയെന്ന് പറഞ്ഞ് ലോക്കൽ കമ്മിറ്റി അംഗം M. പീതാംബരൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിന്റെ പ്രതികാരത്തിന് CPM പ്രവർത്തകർ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി. തുടർന്നാണ് ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. ശരീരമാസകലം വെട്ടേറ്റ ശരത് ലാല് സംഭവ സ്ഥലത്തും തലയ്ക്ക് വെട്ടേറ്റ കൃപേഷ് പിന്തിരിഞ്ഞോടി സമീപത്തെ ചെറിയ ചാലിന് സമീപവും വീണു. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ജീപ്പിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശരത് ലാലിന്റെ സഹോദരി അമൃത ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശരത്തിനെയും കൃപേഷിനെയും കണ്ട് ആശുപത്രിയിൽ എത്തിച്ചത്. വൈകാതെ ഇരുവരും മരണത്തിന് കീഴടങ്ങി. ആ അമ്മമാരുടെ കരച്ചിൽ ഇന്നും കേരളം മറക്കില്ല. മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അമ്മമാർക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞ് പോളിടെക്നിക്കിൽ ഡിപ്ലോമ കഴിഞ്ഞ് ചേർന്നുവെങ്കിലും കിച്ചു കൃപേഷിന് പട്ടാളക്കാരനാകാനായിരുന്നു മോഹമെന്ന് ആ അമ്മ കണ്ണീരോടെ പറയുന്നത് ഇന്നും മലയാളികളുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. പോളിയിൽ ചേർന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പഠനം മതിയാക്കി. SFIക്കാരുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെയായിരുന്നു മനസ്സില്ലാ മനസ്സോടെ അവൻ പഠനം മതിയാക്കാൻ തീരുമാനിച്ചത്. പട്ടാളത്തിൽ ചേരാനുള്ള മോഹം നടക്കില്ല എന്നായപ്പോൾ ഗൾഫായിരുന്നു അവൻ്റെ സ്വപ്നം. പാസ്പോർട്ട് കിട്ടിയപ്പോൾ ഏറെ സന്തോഷത്തോടെ അവൻ പറഞ്ഞു, ഗൾഫിൽ ജോലി ശരിയായാൽ ഇനി അച്ഛനെ ഞാൻ പണിയെടുക്കാൻ സമ്മതിക്കൂല. കുടുംബം നോക്കാൻ അച്ഛൻ കഷ്ടപ്പെടുന്നത് അവന് വേദനയായിരുന്നു. അതിനാൽ ഇടയ്ക്ക് അച്ഛനെ ജോലിയിൽ സഹായിക്കാനും കിച്ചു പോയി. അവൻ്റെ തുടർ പഠന സ്വപ്നങ്ങൾ നടക്കില്ലെന്നുറപ്പിച്ചപ്പോൾ ഓലമേഞ്ഞ കൊച്ചുകൂരയിൽ അനുജത്തി കൃഷ്ണപ്രിയയെങ്കിലും മികച്ച രീതിയിൽ പഠിക്കണമെന്നവൻ ആഗ്രഹിച്ചു. അവൾക്ക് പഠിക്കാനായി ഒറ്റമുറി കുടിലിനോട് ചേർന്ന് പ്രത്യേകം ഷെഡ് നിർമ്മിച്ച് നൽകിയതും കിച്ചുവായിരുന്നു. നല്ല ഫുട്ബോൾ കളിക്കാരനും വാദ്യ കലാകാരനുമായിരുന്നു കിച്ചു. ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം അവൻ്റെ സാന്നിധ്യം ഉറപ്പ്. 2019 ഫെബ്രുവരി 17 കല്യോട്ട് ഭഗവതി ക്ഷേത്ര പെരിങ്കളിയാട്ടത്തിന്റെ സ്വാഗത സംഘത്തിനായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ അവനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുവെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞില്ല. യോഗം കഴിഞ്ഞ് അന്നദാനത്തിൽ ബാക്കി വന്ന പായസത്തിൽ കുറച്ച് കവറിലാക്കി ബൈക്കിൽ വീടിന് സമീപത്തെത്തി കുഞ്ഞനുജത്തിയെ ഏൽപ്പിച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതായിരുന്നു ഞങ്ങളുടെ കിച്ചു. പക്ഷെ അവൻ വന്നില്ല. എങ്കിലും അവൻ ഞങ്ങളോടൊപ്പമുണ്ട്. കിച്ചൂസ് എന്ന ഞങ്ങളുടെ പുതിയ വീട്ടിലും ഞങ്ങളുടെ ഓർമ്മകളിലും നിറയെ കിച്ചുവാണെന്നും കിച്ചു മാത്രമാണെന്നും ആ അമ്മ ഓർത്തെടുത്ത് പറയുകയാണ്. മംഗളൂരുവിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ഗൾഫിൽ ജോലിക്ക് ശ്രമിച്ചു വരികയായിരുന്നു എൻ്റെ ജോഷി ശരത് ലാൽ. എതിർ പാർട്ടിക്കാരുടെ കണ്ണിലെ കരടായി അവൻ മാറുന്നുവെന്നറിഞ്ഞപ്പോൾ തന്നെ അവന് ഗൾഫിൽ ജോലി ഉറപ്പാക്കാൻ ഞങ്ങളും ശ്രമം തുടങ്ങിയിരുന്നു. നാടൊന്നാകെ കാത്തിരിക്കുന്ന കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം കഴിഞ്ഞു പോകാമെന്ന പ്രതീക്ഷയിലായിരുന്നു ജോഷി. നാട്ടിലെ പൊതുകാര്യങ്ങളിലെല്ലാം അവൻ മുൻനിരയിലായിരുന്നു. മികച്ച കലാപ്രവർത്തനങ്ങളുമായി ഒട്ടേറെ കുട്ടികളെ അവൻ ജവഹർ ബാലജനവേദിയിലും രാജീവ് ജി ക്ലബിലും അംഗങ്ങളാക്കി. ട്യൂഷന് സാഹചര്യമില്ലാത്ത പ്രദേശത്തെ കുട്ടികൾക്ക് അവൻ മുൻകൈയെടുത്ത് സൗജന്യമായി അതിനും അവസരമൊരുക്കി. ഇതാണ് അവനെ ഇല്ലാതാക്കാനുള്ള എതിർ പാർട്ടിക്കാരുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ജീവിതത്തിൽ തീരാ വേദന നൽകി 2019 ഫെബ്രുവരി 17 രാവിലെയാണ് ജോഷി വീട് വിട്ടിറങ്ങിയത്.
അമ്പലത്തിൽ പോകേണ്ടതിനാൽ കോളേജിൽ പഠിക്കുന്ന അനുജത്തി അമൃതയ്ക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനായി പുലർച്ചെ എഴുന്നേറ്റതാണ്. അമൃതയെ വിളിച്ചുണർത്തിയതും അവനായിരുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങിനെത്തിയ എല്ലാവർക്കും വിളമ്പി നൽകിയ അവസാനമായി അവൻ ഭക്ഷണം കഴിച്ചതും ക്ഷേത്രത്തിൽ എന്നോടൊപ്പമായിരുന്നു. അന്ന് സന്ധ്യയ്ക്ക് കിച്ചുവിനോടൊപ്പം ബൈക്കിൽ വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു 2 മക്കളെയും അവർ ഇല്ലാതാക്കിയതെന്ന് കൃപേഷിന്റെ അമ്മയും പറയുകയാണ്. വലിയ വേദനയാണ് ഇപ്പോഴും ആ നാട്ടിലുള്ളവർക്ക്. ഇരുവരെയും കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണെന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. ആ മക്കളെയാണ് ഇല്ലാതാക്കിയതെന്നും അവരുടെ ഓർമ്മകൾ ഇവിടെ ഉണ്ടാകുമെന്നും അവരെ ഇല്ലാതാക്കാൻ മാത്രമേ ആ പാർട്ടിക്ക്, ആ ഭീകരർക്ക് കഴിഞ്ഞുള്ളൂ എന്നും, എന്നാൽ അവർ സമ്മാനിച്ച കാര്യങ്ങൾ, അവർ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്ത കാര്യങ്ങൾ ഇപ്പോഴും നിലനിന്നു പോകുന്നുണ്ടെന്നും അവരിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നതെന്നും പലരും പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.